ഫ്രണ്ട്സെ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഉഷ എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാണെങ്കിൽ മൊസ്കിറ്റോ എന്ന് പറഞ്ഞ ശസ്ത്രക്രിയ ഉപകരണം പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വേദനകളും യാതനകളൊക്കെ ആ ഒരു വ്യക്തിയാണെങ്കിൽ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അനാസ്ഥ ഉണ്ട്, ഡോക്ടർമാരുടെ അനാസ്ഥ ഉണ്ട്. ഡോക്ടർമാർ പറയുന്ന കാര്യം ആ ഒരു ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് അവർക്ക് ഫ്ലോർ നേഴ്സ് സംവിധാനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫ്ലോർ നേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇവിടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഫ്ലോർ നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ബോർഡ് ആണെങ്കിലും ഉണ്ടാവും. ആ ഒരു വൈറ്റ് ബോർഡിനകത്ത് അവരെല്ലാം തന്നെ മാർക്ക് ചെയ്ത് ഈ ഒരു ശസ്ത്രക്രിയ കഴിയുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഉപകരണങ്ങളൊക്കെ തന്നെ അവർ നോട്ട് ചെയ്ത് തിരിച്ചെടുത്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുന്ന ഒരു ദൗത്യമാണ് അവർക്കുള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ തന്നെ പ്രവർത്തകരുടെ എണ്ണം കുറവായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതൊന്ന് പരിഹരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ CM-നും ആരോഗ്യമന്ത്രിയും ഒന്ന് ടാഗ് ചെയ്തേക്കുക. കാരണം ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് മാക്സിമം പ്രവർത്തകർ വേണ്ടത്.